കാലം പോയൊരു പോക്കൈ. ഇവന്റെ വീടാണെങ്കിൽ വൃത്തിയാക്കേണ്ടത് ഞാനല്ലേ? മിണ്ടാതെ പണിയെടുക്കാൻ നോക്കടാ. നിന്റെ വീട്ടിൽ പണിയെടുത്തല്ലേ ഞാനൊന്ന് റെസ്റ്റ് എടുക്കുന്നത്. എന്ത് ജോലി ചെയ്തതിന്റെ കഥ നീ പറയുന്നേ? ഈ മുറിയിൽ അപ്പടി പൊടിയാണല്ലോ. ആരാ ആരാ? എന്റെ മോട്ടോ ആരുടെ ശബ്ദമായി കേട്ട്? എനിക്ക് തോന്നിയത് ഈ വിളക്കിന്റെ ശബ്ദം കേട്ടതുപോലെയാ. ഇനിയൊരു പക്ഷെ ഈ വിളക്കിനകത്ത് ഭൂതമുണ്ടോ? ഭൂതോ? നീ എന്താ ഈ പറഞ്ഞു പറഞ്ഞ? ഈ വിളക്കെടുത്തിട്ട് ദാ ഇങ്ങനെ ഉരച്ചു കഴിഞ്ഞാ ഇതിനകത്ത് എന്താ ഭൂതം വരുമോ? എന്റെ മോട്ട് ഭൂതവും ജാത്തനൊന്നും ഇല്ല. മണ്ടത്തരം പറയുന്നൊന്നും നിർത്തിയിട്ട് മുറി വൃത്തിയാക്കാൻ നോക്ക്. വേഗം വാ. എന്തിനങ്ങനെ വെറുതെ പേടിക്കുന്നത്? നീ എന്താ വല്ല ഭൂതത്തിനെയും കണ്ടോ? അല്ല പിന്നെ ആഞ്ജനേയ മതി പാടലാനനം കാഞ്ചനാത്രി കമനീയ വിഗ്രഹം. ഞാനാണ് ജിൻ. ഞാൻ വെറുതെ ഇരിക്കേയില്ല. ദിവസം മുഴുവൻ ഞാൻ ജോലിയെടുക്കും. താക്കത്തിനാദിൻ. ഞാനാണ് ജിൻ. സത്യമാണോ? ഞങ്ങൾ എന്ത് ജോലി തന്നെ പറഞ്ഞാലും അത് നീ ചെയ്തു തരുമോ? യെസ് ബോസ്. പക്ഷെ ആദ്യം ഇയാളുടെ സംശയം തീർക്കട്ടെ. ഇയാള് പറഞ്ഞത് ജിന്നും ഭൂതവും ഒന്നും ഇല്ലെന്നല്ലേ? ഓക്കേ, ബൈ ബൈ. സമ്മതിച്ചോ. ബോധമുണ്ട്, രക്ഷിക്കണേ. ബോസ്, എനിക്ക് ജോലി തരൂ. എനിക്ക് എന്തെങ്കിലും പെട്ടെന്നൊരു ജോലി തരൂ. ആദ്യം എന്റെ കൂട്ടുകാരനെ തിരിച്ചു കൊണ്ടുവരൂ. അത് ഇപ്പൊ ചെയ്തേക്കാം ബോസ്. ഓ സോറി ബോസ്, ലാൻഡിങ്ങിൽ ചെറിയൊരു കുഴപ്പം പറ്റിപ്പോയി. പെട്ടെന്ന് എനിക്ക് എന്തെങ്കിലും ഒരു ജോലി തരൂ. ഇപ്പോഴാണ് ജീവിതം ഒന്ന് ഉഷാറായത്. എന്റെ ചങ്ങായി, നീ ഇപ്പൊ എന്റെ ദേഹത്തോട്ട് സമൂസയുടെ ഒരു പേമാര് തന്നെ പേപ്പിച്ചേ നോക്കട്ടെ. ഇന്നാ പിടിച്ചോളൂ ബോസ്. വെരി ഗുഡ്. സമൂസ. ഇനിയും പോരട്ടെ സമൂസ, ഇനിയും പോരട്ടെ. ഇതൊക്കെ വളരെ ചെറിയ സമൂസ. വലിയ സമൂസ വരട്ടെ ചങ്ങായി. വേണ്ട ചങ്ങായി, മതിയാക്ക്. പറ്റില്ല ബോസ്. ഇതിൽ നിന്ന് സമോസ തീരുന്നിടം വരേക്കും നിങ്ങൾ അത് കഴിച്ചേ മതിയാവൂ. ഈ ഭൂതം നമ്മുടെ ജീവന് തന്നെ ഭീഷണിയാ. ജീവൻ വേണമെങ്കിൽ ഓടിക്കാം. ഓ മോട്ടു, എന്റെ പ്രിയപ്പെട്ട ചങ്ക്, എന്റെ ബ്രോ, നീ എന്തിനാ ഇങ്ങനെ പേടിച്ചോടുന്നത്? നീ എന്താ വല്ല ഭൂതത്തിനെയും കണ്ടോ? ഡോക്ടർ ജഡ്ക, എന്റെ വലിയേട്ട, ഞങ്ങളെ ഒന്ന് രക്ഷിക്കൂ. ഒരു ഭൂതം ഞങ്ങളുടെ പുറകെ കൂടിയിട്ട് കുറെ നേരമായി. നിനക്ക് തലയ്ക്ക് വല്ല കുഴപ്പമുണ്ടോ? ജിന്നു ഒടിയരൊന്നും ഇല്ലെന്നേ. അതെന്നേ, ഡോക്ടർ ചട്ടുക്ക പറയുന്നത് സത്യം തന്നെയാണ്. ഈ ജിന്നും ഒടിയനൊന്നും ഒന്നുമില്ല. ബോസ്, എനിക്ക് എന്തെങ്കിലും ജോലി തരൂ. നിന്നെ കണ്ടാൽ ഒരു മന്ത്രവാദിയെ പോലുണ്ടല്ലോ. നീ ജിന്നാണെന്ന് വിചാരിക്കാനേ ഞാൻ അത്ര വലിയ മണ്ടനൊന്നും അല്ല. നിന്റെ മന്ത്രവാദം വെച്ച് നീ എന്താ ഞങ്ങളൊക്കെ മണ്ടനാക്കാൻ നോക്കിയ? ഞങ്ങള് കഴുതകളല്ലോ. നിന്നെ ജിന്നെന്ന് വിശ്വസിക്കാൻ. നിങ്ങൾ രണ്ടുപേരും കഴുതകൾ തന്നെയാണ്. എന്നത് ജോലി തരൂ. ഞങ്ങളുടെ പഴയ രൂപം തന്നിട്ട് പോ. നിക്കാണ്ട് പറഞ്ഞ് ഞങ്ങള് ശരിയാക്കിട്ട് പോന്നേ. ഒന്ന് പറയുന്നത് കേൾക്കൂ. യെസ് ബോസ്. ജോലി തരൂ. എനിക്ക് എന്തെങ്കിലും ഒരു ജോലി തരൂ. എന്റെ മോട്ടോ, ഈ ഭൂതം നമ്മുടെ പുറകെ തന്നെ വരുന്നുണ്ട്. ഇവന്റെ അടുത്തുനിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഇനി ആകാശത്തങ്ങ പോകേണ്ടി വരും. അങ്ങനെ ആഗ്രഹം പോലെ ബോസ്. അല്ല പത്ലു, ഇതെപ്പോ തൊട്ടാ ഭൂമിയിലൊക്കെ ഇങ്ങനെ മേഘം നിറഞ്ഞു തുടങ്ങിയത്? എന്റെ പൊന്നു മോട്ടോ, മേഘങ്ങൾ താഴേക്ക് വന്നതല്ല, നമ്മൾ മേലേക്ക് വന്നതാണ്. ഭയപ്പെടാതെ ബോസ്, നിങ്ങൾ താഴേക്ക് വീടില്ല. ഇതെവിടെയാണ് ഞങ്ങളെ കൊണ്ടുവന്നിട്ടത്?
ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ. പരിചയമുള്ള ഒരാളെയും. അങ്ങയുടെ ഉത്തരവ് പോലെ പ്രഭു. നീ ഒരു ഉത്തരവ് ഇറക്കണ്ട. പിന്നെ ഞാൻ ആരുടെ പ്രഭു അല്ല. അങ്ങയുടെ ആഗ്രഹം നടന്നു കഴിഞ്ഞിരിക്കുന്നു ബോസ്. അങ്ങക്ക് പരിചയമുള്ളവരെയും ഇല്ലാത്തവരെയും ഇവിടെ എത്തിച്ചു കഴിഞ്ഞിരിക്കുന്നു. അല്ല, ഈ ഭൂമി എവിടേക്കാ പോയത്? രക്ഷിക്കണേ! ആകാശത്ത് ഒരു ചായക്കടയോ ആദ്യമായിട്ടാണ് കാണുന്നത്. വരൂ, നമുക്ക് നല്ല ചൂടുള്ള ചായ കുടിക്കാം. ഹലോ ചേട്ടാ, 2 ചായ വേണം. നന്നായി പാൽ ഒഴിക്കണം, പഞ്ചസാര ഇടണം കേട്ടോ. കടുപ്പത്തിൽ എടുത്തു കേട്ടാ. ഇതെന്താ? എന്തു പറ്റി? അത് അല്ല, ചായ തന്നിട്ട് പോന്നേ. ഹലോ, കാശ് തരാന്ന്. ഞാനിവിടെ പച്ചക്കറി വിറ്റോണ്ടിരിക്കുമ്പോ പെട്ടെന്ന് ഭൂമി അങ്ങ് കാണാതായി പോയി. നമ്മളിപ്പോ ഇത് എവിടെയാ? എന്റെ ഭൂമി നഷ്ടപ്പെട്ടതല്ല, നമ്മളൊക്കെ ഇപ്പൊ ആകാശത്ത് വന്നിരിക്കുന്നതാ. അതെ, ആരെങ്കിലും ഒന്ന് രക്ഷിക്കണേ. അയ്യോ, ആരെങ്കിലും ഒന്ന് വേഗം വന്ന് രക്ഷിക്കണേ. കാണാൻ എന്താ നല്ലൊരു കാഴ്ച. കാലാവസ്ഥ വളരെ നന്നായിട്ടുണ്ട്. ചിങ്കം സാർ, രക്ഷിക്കണേ! Oh, why fear when Chingam is here? വരൂ, ഈ കാഴ്ചയൊന്ന് ആസ്വദിക്കൂ. ആദ്യമായിട്ടാണ് ഇത്രയും നല്ല മേഘം നമ്മുടെ ഭൂമി മാതാവിന്റെ അടുത്തേക്ക് വരുന്നത്. ചിങ്കം സാറേ, ഭൂമിയിലേക്ക് മേഘം ഇറങ്ങി വന്നതല്ല, ഭൂമി തന്നെ കാണാതായിരിക്കുക. എന്റെ അമ്മോ! ചിങ്കം സാർ, രക്ഷിക്കണേ! എന്റെ അമ്മോ! ഞാനെന്തായി കാണുന്നത്? എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ചിങ്കം സാറേ, നഷ്ടപ്പെട്ടല്ലോ ഭൂമിയും, വന്നല്ലോ ആകാശവും. തുടക്കവുമില്ല, അന്ത്യവുമില്ല. സാർ എവിടെയാണ്? ഞാൻ എവിടെയാണ്? എനിക്കും ഒന്നും മനസ്സിലാവുന്നില്ല. ഞങ്ങൾ എവിടെയാണ്? നിങ്ങൾ എവിടെയാണ്? ഇതൊരു സ്വപ്നമാണോ? ഇതൊക്കെ സാധ്യമാണോ? സാറേ, ഞങ്ങളെ ജയിലിലേക്ക് കൊണ്ടുപോയിക്കോ സാറേ. ജയിലിൽ കൊണ്ടുപോയി അടച്ചോ. അങ്ങനെയെങ്കിലും ഞങ്ങളെ ഒന്ന് രക്ഷിക്കണേ. പേടിയാവുന്നുണ്ട് സാറേ. എന്റെ ഭൂതം ചങ്ങായി, നീ ഇതെന്തായി കാണിക്കുന്നത്? എല്ലാവരും വേഗം ഭൂമിയിൽ എത്തിക്കേ. പേടിയാവുന്നു. അങ്ങയുടെ ആഗ്രഹം പോലെ ബോസ്. ഭൂമി മാതാവേ, നിങ്ങൾക്ക് എന്റെ സലാം, നിങ്ങൾക്ക് എന്റെ സലാം. ഇതൊക്കെ എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഞാൻ കണ്ടത് വല്ല സ്വപ്നമാണോ? എന്തായാലും ശരി, ഭൂമി മാതാവേ, നിങ്ങൾക്ക് എന്റെ സലാം. ചിങ്കം സാറേ, ഞങ്ങളെ രക്ഷിക്കണേ. ഞങ്ങളെ പഴയ രൂപത്തിലാക്കണേ. ചിങ്കം സാറേ, ഹെൽപ്പ്, സഹായിക്കൂ. എന്റെ അമ്മോ, ഇന്ന് എന്തൊക്കെയാ അവിടെ ഈ നടക്കുന്നത്? ഞാൻ കാണുന്നത് സ്വപ്നമാണോ? ഇതൊക്കെ സാധ്യമാണോ? ഓ, ചിങ്കം സാറേ, ഞങ്ങളെ കൈവിടല്ലേ. പോകരുതേ. നമ്മളങ്ങനെ ഭൂമിയിൽ തിരിച്ചെത്തി. ജോലി തരൂ. എനിക്ക് എന്തെങ്കിലും ഒരു പണി തരൂ. ഞങ്ങളുടെ സുഹൃത്ത് ഡോക്ടർ ജഡ്കെയും ഗസീറ്റാറാമനെയും ഉടൻ തന്നെ തിരിച്ചെത്തിക്കോ, പെട്ടെന്ന്. കൽപ്പന പോലെ ബോസ്. ക്രാഷ് ലാൻഡിങ്ങിന് തയ്യാറാകൂ. ക്രാഷ് ലാൻഡിംഗ്? ഈ ക്രാഷ് ലാൻഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? സോറി ബോസ്, ഒരു ചെറിയ ലാൻഡിംഗ് പ്രോബ്ലം ആയിരുന്നു. എടോ, തനിക്ക് ഒരു ജോലി മര്യാദയ്ക്ക് ചെയ്യാൻ അറിഞ്ഞൂടെ? പൊളിച്ചെടുത്തല്ലോ. ഈ ജീനി ഞങ്ങളുടെ ജീവൻ തന്നെ എടുത്ത് കളഞ്ഞല്ലോ. അല്ല, ഇനി എന്തിനാ നിങ്ങൾ പുല്ല് തിന്നുന്നത്? സോറി, ഇത്രയും നാള് പുല്ല് തിന്ന് ഇപ്പൊ പുല്ല് കാണുമ്പോ വിശപ്പ് വരുവാ. പോട്ടു, എന്തെങ്കിലും ഒന്ന് വേഗം ചെയ്യ. ഇവൻ നമുക്ക് പാരയായി തീരും, ഉറപ്പാ. ഞാൻ എന്ത് ചെയ്യാനാ? വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? നീ ആലോചിക്കേ. ഐഡിയ ഞാൻ പറയാം. അതെ, നീ കള്ളം പറയണട്ടോ. പത്ലു, ജിന്നുണ്ടെന്നുള്ള കാര്യം ഞാൻ സമ്മതിക്കാം. പക്ഷെ ഇത്രയും വലിപ്പമുള്ള ഒരു ജിന്ന് ഒരു കുഞ്ഞു വിളക്കിന്റെ അകത്ത് എങ്ങനെ വരാൻ സാധിക്കും? എന്റെ ഭൂതം ചേട്ടാ, നിങ്ങൾ ഇവർക്ക് ആ വിളക്കൊന്ന് കാണിച്ചു കൊടുത്തേ.
നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഇത്രയും വലിപ്പമുള്ള ഒരു ജിന്ന് ഈ വിളക്കിനകത്ത് എങ്ങനെ താമസിക്കാൻ കഴിയും? അതിന്റെ അകത്ത് ഇതിന്റെ മൂക്ക് പോലും കേറില്ലാന്നേ. ജിൻ, നീ പറയുന്നത് നുണയാണ്. നിനക്ക് നാണുണ്ടോ? പക്ഷെ ഞാൻ ഇതിനകത്താണല്ലോ താമസിക്കുന്നത്. ഞങ്ങള് മാത്രമല്ല വേറെ ആരും ഇത് വിശ്വസിക്കില്ല. നീ ആദ്യം അകത്ത് കയറി കാണിക്കാൻ, എന്നിട്ട് ഞങ്ങള് വിശ്വസിക്കാം. ഓ, ഇപ്പൊ കണ്ടോളൂ. ഏ? ഇപ്പൊ നിങ്ങൾക്ക് വിശ്വാസമായോ? ആ, ഞങ്ങളെ വിശ്വസിക്കുന്നു. തൽക്കാലം നീ അതിന്റെ അകത്ത് തന്നെ ഇരുന്നാ മതി കേട്ടോ. ഞങ്ങളെ പോലുള്ളവർക്ക് നീ ഒരു വലിയ പ്രശ്നക്കാരൻ തന്നെയാണ്. എന്നെ വെളിയിലേക്ക് ഇറക്കി വിടൂ പെട്ടെന്ന്. നീ ഞങ്ങളെ ഒരുപാട് കഷ്ടപ്പെടുത്തി കളഞ്ഞു. ഞങ്ങള് വിഡ്ഢികളൊന്നുമല്ല. വീണ്ടും ഇതിൽ ഒരച്ചേ നിന്നെ പുറത്തു കൊണ്ടുവരാൻ. കേട്ടോ ചങ്ങായി? ഓട്ടു, പത്തുലു, ഛട്ക, ഘസീട്ടാറാം, ഓടിക്കോ. തക് ദിന ദിൻ ദിൻ, തക് ദിന ദിൻ ദിൻ. ഞാനാണ് ജിൻ, ഞാനാണ് ജിൻ. ഞാൻ വെറുതെ ഇരിക്കേയില്ല. ദിവസം മുഴുവൻ ഞാൻ പണിയെടുക്കും. താക്ക് ദിനാ ദിൻ ദിൻ, താക്ക് ദിനാ ദിൻ ദിൻ. ഞാനാണ് ജിൻ, ഞാനാണ് ജിൻ.